സ്നേഹനിധികളായ കുഞ്ഞുമക്കളെ, 10-12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബോർഡ് എക്സാമൊക്കെ അടുത്തിരിക്കുകയാണ്. പലയിടത്തും ബോർഡിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളും ബോർഡ് എക്സാം എഴുതുന്നതിൻ്റെ ഒരു ത്രില്ലിലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ത്രില്ല് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് തീർച്ചയായും അതിനൊരു ത്രില്ലായി തന്നെ കരുതുക. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. പഠനത്തെ ഒരു ബോറായി കരുതാതിരിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നാം ഈ സമയത്ത് ചിന്തിക്കേണ്ടത്. പഠനം ഒരു ത്രില്ലാക്കിയെടുക്കാം. പരീക്ഷ അടുത്തിരിക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, പ്ലീസ് ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. നിങ്ങളെ മറ്റുള്ളവരുമായി യാതൊരു കാരണവശാലും താരതമ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരന്, എൻ്റെ ബന്ധുവായ കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടി, എനിക്ക് അത്രയും കിട്ടിയില്ല എന്നുള്ള ചിന്ത ആദ്യമേ ഉപേക്ഷിക്കുക. ഓരോരുത്തരും വ്യത്യസ്തമായ കഴിവുകളുള്ള, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള വ്യക്തികളാണ്. കുട്ടികളായ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അതനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുകൊണ്ട് എൻ്റെ മക്കൾ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്, മറ്റുള്ളവരുമായി നിങ്ങളെ തുലനം ചെയ്യാനായി പോകാതിരിക്കുക. അവർ പഠിച്ചു, അവർക്ക് മാർക്ക് കിട്ടി, അതായിക്കോട്ടെ. നമ്മൾ പഠിക്കുന്നു, നമുക്ക് മാർക്ക് കിട്ടിയില്ല, പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടിയില്ല, അതോർത്ത് തന്നെ മക്കൾ വിഷമിക്കരുത്. മറ്റുള്ളവരുമായി തുലനം ചെയ്യാതെ മക്കൾ വളരെ ശ്രദ്ധയോടെ, നല്ല കോൺസെൻട്രേഷനോടെ നമ്മുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലാതെ മറ്റൊന്നും ചിന്തിക്കരുത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ മക്കളെ മറ്റു കുട്ടികളുമായി നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക, തുലനം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മക്കൾക്ക് ഒത്തിരി കഴിവുണ്ട്. ആ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് അവരെ ചേർത്ത് നിർത്തുന്ന സമയമാണിത്. അവരെ ചേർത്ത് നിർത്തി അവരെ നല്ല മാർഗത്തിലേക്ക് നയിക്കുവാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ഒരിക്കൽ കൂടി മറക്കാതിരിക്കുക, ത്രില്ലോടെ പഠിക്കാം. മറ്റുള്ളവരുടെ മാർക്കല്ല നമ്മുടെ മാർക്ക്. മറ്റുള്ളവരുമായി നമ്മളെ സ്വയം കമ്പയർ ചെയ്യേണ്ട. നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാം. വിജയം നമ്മുടേതാകട്ടെ. ഏവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.